എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറിലേക്ക് സ്വാഗതം. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നിങ്ങൾക്ക് ഇത്തവണത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം. സോ ആദ്യം തന്നെ പൈൽ നമ്പർ 1 ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 1, അതേപോലെ ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 2, ലാസ്റ്റ് ഈ ഒരു ചിത്രമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ പൈൽ നമ്പർ 3. സോ ഇതിലേതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിംഗ്. ഓക്കെ, ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ പൈൽ നമ്പർ 1 ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നിങ്ങൾക്കുള്ള സന്ദേശം പൈൽ നമ്പർ 1. സോ നമ്മുടെ മെയിൻ സന്ദേശം, അതിനുശേഷം ഈ 3 കാർഡ്സ്. ആദ്യം തന്നെ vulture energy and white raven, otter spirit, അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൻ തീം ആൻഡ് സ്പിരിറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കുള്ള സന്ദേശം എന്ന് പറയുന്നത് ആദ്യം തന്നെ വൾച്ചർ സ്പിരിറ്റ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ച് നമ്മളെന്താണ് ഈ ഒരു നമ്മുടെ ഉള്ളിൽ നമ്മുടെ മാനസികാവസ്ഥ, പല കാര്യങ്ങളെയും സംബന്ധിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മാനസികാവസ്ഥ നമ്മൾ എവിടെ കൊണ്ടുചെന്നാണ് നിർത്തുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. കാരണം പലപ്പോഴും പല കാര്യങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉള്ളിലുള്ള ഒരു സഫറിങ്, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അത് നമ്മളൊരു എന്തിനാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത്, ഈ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് ജീവിതത്തിൽ എന്നുള്ളൊരു ചിന്ത നമ്മൾ പലപ്പോഴും മനസ്സിൽ വരാറുള്ളൊരു കാര്യമാണ്. പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്. എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറയും നമ്മളെ മുന്നോട്ടേക്കുള്ള പല പാഠങ്ങളും പഠിപ്പിക്കാനാണ്. ജീവിതം ഒരിക്കലും എളുപ്പമല്ല. ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു താലിസ്മാൻ പോലെയാണ്. അത് നമുക്ക് മുമ്പോട്ടേക്കുള്ള ജേർണിയിൽ നമുക്ക് സഹായകരമായിട്ടുള്ള ഒന്ന്. പലരെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു സപ്പോർട്ട്, നമ്മൾ പറയുമല്ലോ ജീവിതത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ പല തരത്തിലൂടെ ഉള്ള സാക്രിഫൈസസും മറ്റും കഴിഞ്ഞാണ് നമ്മൾ ജീവിതത്തിൽ ആ ഒരു ജീവിതത്തിൻ്റെ പർപ്പസിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് നോ പെയിൻ വാസ് ഇൻ വെയിൻ നമ്മൾ പറയുന്നത്. ഒന്നും നമ്മുടെ ഒരു ത്യാഗവും വെറുതെ ആവില്ല. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അത് ജീവിതത്തിൽ നേടിയിരിക്കുമെന്നുള്ളതാണ്. അതായത് ഒന്നും നമ്മുടെ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന ഒന്നും വേസ്റ്റായി പോകുന്നില്ല. ചിലത് നമുക്ക് പാഠങ്ങളായിരിക്കും, മറ്റത് ചിലത് നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളായിരിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഭൂതകാലത്തിൽ നിന്ന് ഒളിക്കാമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകുറ്റങ്ങളും അത് എൻ്റെ ഭാഗത്ത് തെറ്റല്ല ഡിനൈ ചെയ്യുന്ന ഒരു രീതിയുമാവാം. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ദേഷ്യവും സങ്കടവും എല്ലാം, നിങ്ങളുടെ എല്ലാ ഇമോഷൻസും നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് നിങ്ങളെ നയിക്കുന്ന, അതായത് വളർച്ചയിലേക്ക് നയിക്കുന്ന ഒന്നാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു ജ്ഞാനം നിങ്ങളിലേക്ക് ഉണ്ടാവുക എന്നുള്ളത് കൂടിയിട്ടാണ്, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പാർട്ടാണ് എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. അതേപോലെ റേവൻ എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാർഡിൽ നമ്മൾ വൈറ്റ് റേവൻ എനർജിയാണ്. നമ്മൾ റേവൻ എനർജി എപ്പോഴും ബ്ലാക്കാണ്. ഈ ഒരു എനർജി പ്രത്യേകിച്ച് നമ്മൾ വൈറ്റ് റേവൻ ആണ്. അതേപോലെ നമ്പർ 6 ആണ്, 66. ഇത് സൂചിപ്പിക്കുന്നത് ഒരു മാജിക് ആണ്. കാരണം നമ്മൾ പൊതുവേ റെയർ ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് വൈറ്റ് റേവൻ എന്ന് പറയും. നമ്മൾ പറയും ആന, നമ്മുടെ ഒരു കൾച്ചറായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ആന നമ്മൾ പറയും ആന കറുത്ത നിറമാണ്, കറുപ്പിൻ്റെ നിറം നമ്മൾ പറയുമ്പോൾ ആനയോട് ഉപമിക്കുന്നത്. അത് നമ്മൾ ഐരാവതം അതേസമയം പറയുന്നത് എന്താണ്, ഐരാവതം വെളുത്ത ആന ആണ്, ഇന്ദ്രൻ്റെ ആന എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് ഒരു മിറാക്കിൾ അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമാണ്, അത് ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മുടെ പേഗൻ കൾച്ചറിൽ റേവൻ ആണ് പറയുക. അപ്പോൾ ഈ റേവൻ എന്ന് പറയുന്നത് കറുത്ത കാക്ക വർഗത്തിൽപ്പെടുന്നത്. നമ്മളുടെ ഇതനുസരിച്ചിട്ടല്ല പുറം രാജ്യങ്ങളിലേക്ക് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് കാണിക്കും ഇപ്പോൾ റേവൻ ബേർഡിനെ കാണുന്നത്, അല്ലെങ്കിൽ അതുപോലുള്ള ചിത്രങ്ങളിൽ എന്താണ് സ്പിരിറ്റ്സും അതുപോലുള്ള ചിത്രങ്ങളിൽ എപ്പോഴും കാണുന്ന ഒന്നാണ്.
അതും അവരുടെ വെസ്റ്റേൺ കൾച്ചറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള എനർജിയിലാണ്. അപ്പോൾ എന്തായാലും വൈറ്റ് റേവൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എനർജിയാണ്. അതൊരു മാജിക്കാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ തേടി ആ ഒരു മാജിക് വരുന്നു എന്നുള്ളതാണ്. ഈ പ്രപഞ്ചശക്തി, നിങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കുമ്പോൾ പ്രപഞ്ചശക്തിക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള വരുന്ന പല കാര്യങ്ങളും, പല പാറ്റേൺസും, പല സിങ്ക്രണിസിറ്റീസും പലതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ജീവിതത്തിലെ പല നേട്ടങ്ങളിലേക്കും തന്നെയാണ്. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ചില കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്തത് നമ്മൾ സ്വപ്നങ്ങളിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഒരു പ്രപഞ്ചശക്തി പലതരത്തിൽ നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു മാജിക്, നമ്മൾ അത്ഭുതം, ആ ഒരു മിറാക്കിൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ ഒരു സമയം എന്ന് പറയുന്നത് ബിലീവ് ഇൻ മിറാക്കിൾസ്, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ അതിലൊരു വിശ്വാസം നമുക്കുണ്ടാവില്ല. കാരണം നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ചിന്തിക്കുമ്പോൾ അവർ പ്രത്യക്ഷമായിട്ട് നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്നുള്ളതാണ് നോക്കുക. അത് വെച്ചിട്ടാണ് നമ്മൾ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്, ആ ലെവലിലാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ പ്രസൻറ്റിൽ എങ്ങനെയാണോ ആ ലെവലിൽ നിന്നുകൊണ്ടാണ് ഭാവിയിലേക്ക് ഇന്ന രീതിയിലൊക്കെ ആവണം എന്ന് ആളുകൾ സ്വപ്നം കാണും. പക്ഷെ ആ സ്വപ്നം കാണുന്നതോ അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആഗ്രഹത്തിൻ്റെ കൂടെ വിശ്വാസം കലർന്നിട്ടില്ല എങ്കിൽ അത് പൊള്ളയായിട്ടുള്ള ആഗ്രഹമായിട്ട് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു അനുഗ്രഹം വരുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രപഞ്ചശക്തി നമ്മൾ പറയും, നമ്മുടെ ചുറ്റുമുള്ള ഈ ഒരു മായിക ലോകത്തിൽ പെട്ട് പോവാതെ, ഡിസ്ട്രാക്റ്റഡ് ആവാതെ നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു മാജിക് അത് മനസ്സിലാക്കുക എന്നുള്ളത്, നിങ്ങളുടെ ചുറ്റുമുള്ള ആ ഒരു മിറാക്കിൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഓട്ടർ സ്പിരിറ്റാണ് ഈ ഒരു ലോകത്തിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് ഇത് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഒരു എനർജി ഓഫ് ലവ്, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങൾ കടിഞ്ഞാൺ ഇടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടെ നിൽക്കുന്നത്, ആ ഒരു പ്രപഞ്ചശക്തി നിങ്ങളോട് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങളെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സൗഹൃദമാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ കൂടെ പല ആളുകളും നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ വളരെയധികം ചില കാര്യങ്ങൾ ആളുകൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു, ഐ കെയർ, നിന്നെക്കുറിച്ചിട്ട് ഞാൻ കെയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നുള്ള ആ ഒരു സൗഹൃദം, ആ ഒരു പ്രപഞ്ചശക്തി പല കാര്യങ്ങളും നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ചില ആളുകൾ ദൈവദൂതന്മാരായിട്ട് വരുന്നു എന്നുള്ളത്. കാരണം അവർ നമ്മളിലേക്ക് എത്തുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ളത് ആ ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എല്ലാവരിലും സ്നേഹം കണ്ടെത്തുക, എല്ലാവരും നെഗറ്റീവ് എനർജി ആയിട്ട് കാണാതിരിക്കുക, എല്ലാവരിലോടും പോസിറ്റിവിറ്റി കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങൾ അതായത് ആ ഒരു സെൻസ് ഉണ്ടല്ലോ എല്ലാവരുടെയും. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കെട്ടിപ്പിടിക്കുക, അവരുടെ ഒരു സ്പർശനം, അതായത് വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ചില ആളുകൾ നല്ലൊരു സപ്പോർട്ടായിരിക്കും നിങ്ങളുടെ ചുറ്റുമുള്ള, നിങ്ങളെ എങ്ങനെ ഫീൽ ചെയ്യുന്നു, ആ ഒരു സൗഹൃദം നിങ്ങളോട് കൂടെ വരുന്നു എന്നുള്ളൊരു മെസ്സേജാണ്. പിന്നെ നെക്സ്റ്റ് മെയിൻ തീം എന്ന് പറഞ്ഞാൽ ആൻഡ് സ്പിരിറ്റാണ്. ആൻഡ് എനർജി അറിയാം, കൂട്ടായ്മയാണ്. കാരണം എപ്പോഴും ആ ഒരു ഒരുമിച്ച് ചേർന്നിട്ടുള്ള ആ ഒരു ടീം വർക്കാണ് ആൻഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ. മാത്രമല്ല നമ്മൾ അറിയുന്നൊരു കഥ, അവയുടെ ഭാരത്തേക്കാൾ 50 ഇരട്ടി ഭാരം താങ്ങാനുള്ളൊരു കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ കഴിവുകൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിങ്ങൾക്ക് വിശ്വാസം പൂർണ്ണമായിട്ട് ഇല്ലാത്തത് കൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾ പുറകോട്ടേക്ക് നിൽക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയല്ല, നിങ്ങളിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് മാത്രമല്ലാതെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിലേക്ക് നിങ്ങൾ എത്രത്തോളം വിശ്വാസം അർപ്പിക്കുന്നു അത്രത്തോളം കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ച രീതിയിലേക്ക് മുന്നോട്ടേക്ക് പോകുന്നു. മറ്റുള്ളവരായിട്ട് നല്ല സൗഹൃദം, നല്ല കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു സമയം എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യാനുള്ളതാണ്. ഹാർഡ് വർക്കിൻ്റെ ഒരു സമയമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്ത ആ ഹാർഡ് വർക്ക് നിങ്ങളിലേക്ക് ഗോളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടൈം ഫോർ കോക്രിയേഷൻ, അതായത് ഒറ്റയ്ക്കല്ല, മറ്റുള്ളവരുടെ കൂടെ നിന്നിട്ട് ടീം വർക്കായിട്ട് കോക്രിയേഷൻ, കൊലാബറേഷൻ, ഇതിനൊക്കെ പറ്റിയൊരു സമയമാണ് ഇപ്പോൾ എന്നും കൂടി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്.
എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നെക്സ്റ്റ് എനർജി നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള സന്ദേശം, അഷ്ടമി രോഹിണിയോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ മെയിൻ തീം നെക്സ്റ്റ് വന്നിട്ട് Flamingo energy, mouse spirit, canary bird, badger energy. നിങ്ങളെ സംബന്ധിച്ച് മെയിൻ തീം ബാഡ്ജർ എനർജിയാണ്. അതേപോലെ തന്നെ ഫ്ലാമിംഗോ. ഈ ഒരു എനർജി കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാത്തിനെയും, ചുറ്റുമുള്ള എല്ലാത്തിനെയും വളരെ സൗഹാർദ്ദപരമായിട്ട് അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ കുറച്ച് നെർവസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് വറിയിങ്. കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാതിരിക്കുക, വരാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ട് ഉത്കണ്ഠപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കുക. ഒരു ഫ്ലമിംഗോ എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അതിൽ സന്തുഷ്ടരായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ തന്നെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ആ ഒരു സർഗാത്മകമായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള കഴിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത് റൈറ്റ് എന്ന പോലെയാണ് കാണിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പല കാര്യങ്ങളെയും പെട്ടെന്ന്, അതായത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾക്ക് ക്രിയേറ്റിവിറ്റിക്ക് നമ്മൾ ടൈം കൊടുക്കുന്നില്ല. മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ ധൃതി പിടിച്ചാണ് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പലരെയും സംബന്ധിച്ചിടത്തോളം അവസരങ്ങളുടെ പുറകെയാണ്, അല്ലെങ്കിൽ പണത്തിന് പുറകെ, അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടങ്ങൾ, ജോലി, അതായത് നിങ്ങളെ സംബന്ധിച്ച് സക്സസ് എന്ന് കാണുന്നത് എന്താണോ അത് ആ ഒരു രീതിയിൽ എന്തിനെങ്കിലും പുറകെ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞുപോയ കാലത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകയും മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യുകയും ചെയ്യാം. പക്ഷേ ജീവിക്കേണ്ടത് ആ ഒരു പ്രസൻറ്റിലാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്ലാൻ ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അതേസമയം തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ റെഡി ആവുമ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരും. അതുകൊണ്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നുള്ളതാണ്. റിലാക്സ് ചെയ്യാം. ഫെയ്ത്ത്, നിങ്ങൾ സ്വയം നിങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിൻ്റെ ടൈം പീരീഡാണ്. വളരെ നല്ല സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യാം. ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കുക എന്നുള്ളതാണ്. ഈ ഒരു മൊമെൻറ്റിൽ യു ക്യാൻ ട്രസ്റ്റ്. ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പീസ് ഓഫ് മൈൻഡോട് കൂടിയിട്ട് മുമ്പോട്ടേക്ക് ലൈഫിൽ പോവുക എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് മൗസ് സ്പിരിറ്റ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നമ്മൾ ഇതൊന്നും വലിയ കാര്യമല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതിന് നിങ്ങൾ വ്യക്തമായിട്ട് ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും അതൊന്നും വലുതല്ല എന്ന് വിചാരിച്ച് അവഗണിക്കുന്ന പല കാര്യങ്ങൾക്കും വളരെ വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന ഒരു സമയത്തിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ലൈഫിൽ നമ്മൾ ചില സന്തോഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല, ഇതിനൊക്കെ എന്താണ് ഇത്ര പ്രസക്തി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. ചില സ്മോൾ ഡീറ്റെയിൽസ് നമ്മൾ വിട്ടുപോകുന്നുണ്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് ഇത് കരിയറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാവാം, നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഡീറ്റെയിൽ ആയിരിക്കും, വളരെ കൊച്ചു കാര്യമായിരിക്കും, പക്ഷെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൗസ് എനർജി സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ബി ഹംബിൾ. അതേപോലെ തന്നെ നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീംസ് പെർസ്യൂ ചെയ്യാൻ എന്താ പറയുക, നിങ്ങൾ നല്ല രീതിയിൽ ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ വളരെ കൊച്ചു കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് മാറ്റി നിർത്താതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ ടൈം പീരീഡ് എന്ന് പറയുന്നത് നത്തിങ് സ്പെഷ്യൽ എന്നുള്ളത് ചിന്ത മാറ്റിയിട്ട് ഏതൊരു കൊച്ചു കാര്യമാണെങ്കിലും
പുറത്തുനിന്ന് നോക്കുമ്പോൾ വളരെ സ്മോൾ ആയിട്ട് തോന്നും, പക്ഷെ അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് തിങ്സ്. അതായത് നമ്മളൊന്നിനെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ചില ആളുകളെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ എനർജിയാണ് സൂചിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് മറ്റ് പലതിനെയും മറ്റൊന്നിനെയും അല്ല, നിങ്ങളെ തന്നെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ, അതായത് നിങ്ങൾ കോ ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഒരു എനർജി, നിങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും അല്ല എന്ന് വിചാരിച്ച് നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരെ ചില ആളുകൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത് ചില കാര്യങ്ങൾ ആളുകൾ ആവശ്യത്തിൽ കവിഞ്ഞ്, ഇപ്പോൾ ചില നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാണ് നിങ്ങൾ, ഒരു മാനേജറൽ പൊസിഷനിലാണെങ്കിൽ മൈക്രോ മാനേജ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ആളുകൾ നിങ്ങളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും നോക്കിയിട്ട്, അതായത് എല്ലാത്തിനും കയറി ഇടപെടുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുക എന്നുള്ളത് കൂടി ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് സൈഡും പോസിറ്റീവ് സൈഡും ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മൈക്രോ മാനേജ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാം നീട്ടി കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെല്ലാ ഡീറ്റെയിൽസും നോക്കുന്നുണ്ടാവും. ഓരോ കൊച്ചു കൊച്ചു ഡീറ്റെയിൽസും പെർഫെക്റ്റ് ആയിട്ട് വന്നാൽ മാത്രമേ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുള്ളൂ. അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച് നടക്കില്ല. അപ്പോൾ യു ലൂസ് ട്രാക്ക്, നിങ്ങൾ ട്രാക്ക് മാറി സഞ്ചരിക്കുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം എന്താണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരേ സമയം തന്നെ കൊച്ചു കൊച്ചു കാര്യങ്ങളെന്ന് പറഞ്ഞ് വിട്ടുകളയുന്നത് ഉള്ള ഒരു രീതിയാണോ നിങ്ങൾക്ക്, അതോ നിങ്ങൾ എല്ലാ കൊച്ചു കാര്യങ്ങളും നോക്കി പോകുന്നത്, അതായത് രണ്ട് ഭാഗവും നമ്മൾ പറയില്ലേ, രണ്ട് എക്സ്ട്രീമാണ്. അപ്പോൾ വേണ്ടിടത്ത് നോക്കി കാര്യങ്ങൾ ചെയ്യുക, ഓവറാക്കാതെയും ചെയ്യുക എന്നുള്ളതാണ്. കാനറി എനർജിയാണ്, വളരെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് സൂചിപ്പിക്കുന്നത് നമ്മളെ പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, നിങ്ങളുടെ മനസ്സിലുള്ളത് ഒളിപ്പിച്ച് വെച്ച് എക്സ്പ്രസ് ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. എല്ലായിടത്തും നിങ്ങൾ റിയാക്ട് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മുടെ മനസ്സിലുള്ളത് തുറന്ന് പറയുക എന്നുള്ളതാണ്. അത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചിലപ്പോൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ഫാമിലി അങ്ങനെ ഉള്ള ആളുകളുടെ അടുത്തായിരിക്കും. പക്ഷെ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരിടത്തും നിങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ല, ഉള്ളിലുള്ള ദുഃഖം ഉള്ളിൽ പൊത്തിവെക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സംഘർഷം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ശരിയായിട്ടുള്ള ശബ്ദം നിങ്ങൾ സപ്രസ് ചെയ്യുകയാണോ, ഒതുക്കി വയ്ക്കുകയാണോ മനസ്സിൽ തന്നെ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരോടും വളരെ സൗമ്യനത്തോടും സ്നേഹത്തോടും സംസാരിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള ദുഃഖങ്ങൾ കാര്യങ്ങളോ, അല്ലെങ്കിൽ ചില ആളുകൾ വളരെയധികം സങ്കടമുള്ള സമയത്ത് ദേഷ്യം ഒതുക്കി വയ്ക്കുന്നു എന്ന് പറയും. ഒരു ദേഷ്യമൊക്കെ വരുമ്പോൾ നിങ്ങൾക്കത് പ്രകടിപ്പിക്കാം. അതായത് സഭ്യമായിട്ടുള്ള ഭാഷയിലാണെന്നോ, അല്ലെങ്കിൽ ഒരു പരിധി വരെയൊക്കെ. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഉള്ളിലിരിക്കുകയാണ്, നിങ്ങളൊരു എങ്ങനെയാണോ ഒരു കനേറി ബേർഡ് കൂട്ടിലിരുന്ന് പാട്ട് പാടുന്നത് മറ്റുള്ളവരെ രസിപ്പിക്കാൻ, അതുപോലെ നിങ്ങൾ ആ കൂട്ടിലടഞ്ഞിരിക്കാതിരിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും എഗ്രി ചെയ്യണമെന്നില്ല, നിങ്ങൾ പറയുന്നതിനനുസരിച്ച് എല്ലാവരും സമ്മതിച്ച് തരണമെന്നില്ല. എല്ലാവരും നിങ്ങളുടെ ഒറിജിനൽ സന്ദേശങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കണമെന്നില്ല. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുക, മറ്റുള്ളവരോട് സംവദിക്കുക നിങ്ങളുടെ മനസ്സിലുള്ളത്. എല്ലാവരും ഒരുപോലെ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ ആളുകളെ നോക്കിയും കണ്ടും പറയാം. എന്നിരുന്നാലും ഒരു പരിധി വരെ നിങ്ങളുടെ മനസ്സിലുള്ളത് പുറത്ത് പറയാം. ബാഡ്ജർ എനർജിയാണ്. ബി ഫിയർലെസ് ആൻഡ് ബോൾഡ്. ബാഡ്ജർ എനർജി എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക, ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എനർജി ഇത് പറയുന്ന പോലത്തെ ഒരു എനർജിയാണ്. ഇത് നിങ്ങളെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഹയർ കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ ഹയർ സ്പിരിറ്റിന് നിങ്ങൾ ആ ഒരു എനർജിക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നു എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പിലേക്ക് നല്ല നല്ല അവസരങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, വളരെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ
തുറന്ന് പറയുക എങ്ങനത്തെ ആണ് എൻ്റെ സിറ്റുവേഷൻ. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അതിഭയങ്കരമായിട്ട് ദേഷ്യം വരിക, അഗ്രസീവ്, മാനിപ്പുലേറ്റീവ് ആ ഒരു രീതിയിലല്ല. ബി ബോൾഡ്, പക്ഷേ പുതിയ റിലേഷൻഷിപ്പിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഗ്രീൻ ലൈറ്റ്, ഗ്രീൻ സിഗ്നലാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് മൂവ് എടുക്കുക എന്നുള്ളത് കൂടി സൂചിപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് മൂവ് എടുക്കുന്നതിന് ഭയപ്പെടാതിരിക്കുക. നമ്മൾ സെൽഫ് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്. നമ്മൾ പൈൽ നമ്പർ 2 കടക്കാം. പൈൽ നമ്പർ 2 നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ പൈൽ നമ്പർ 2 നിങ്ങളുടെ സന്ദേശം, അഷ്ടമി രോഹിണിയോടനുബന്ധിച്ച് നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ജിറാഫ് സ്പിരിറ്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഡോൾഫിൻ. ലാസ്റ്റ് കാർഡ് നിങ്ങളുടെ ലിസാർഡ് സ്പിരിറ്റ്. മെയിൻ തീം എന്ന് വെച്ചാൽ ബാറ്റ് സ്പിരിറ്റ് ആണ്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ജിറാഫ് സ്പിരിറ്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. സീ ദ ബിഗർ പിക്ചർ. അപ്പോൾ നമ്മുടെ ആ ഒരു എനർജി എന്ന് പറഞ്ഞാൽ ജിറാഫ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ദൂരക്കാഴ്ച അല്ലെങ്കിൽ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കാര്യത്തെ നോക്കി കാണുക എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓപ്പൺ യുവർ ഐസ്, മറ്റാളുകൾ കാണാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ കാണുക എന്നുള്ളതാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി നിങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് എന്താണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഡിവോഷൻ, പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അഡ്മയർ ചെയ്യുന്ന ചില കാര്യങ്ങൾ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളുടെ ഒരു ബിഗർ പിക്ചർ, ഹോൾ പിക്ചർ, ആ ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്കായിട്ട് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും അത് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് വളരെയധികം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിന് നിങ്ങൾ ആവശ്യത്തിൽ കവിഞ്ഞ് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ എനർജി, നിങ്ങൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, നിങ്ങളുടെ പെർസ്പെക്റ്റീവ് എന്താണ് എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ ഈ ഒരു പെർസ്പെക്റ്റീവ് മേക്ക് എ ഡിഫറൻസ്. കാരണം നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് അറ്റൻഷൻ കൊടുക്കേണ്ടത്, ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫാണ്. അത് മറ്റുള്ളവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യു അണ്ടർസ്റ്റാൻഡ്, നിങ്ങളുടെ ലൈഫിൽ എന്താണ് ബെറ്റർ ആയിട്ടുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത്, നിങ്ങളുടെ സർക്കംസ്റ്റൻസസും കാര്യങ്ങളും എന്താണ്, എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ എത്രത്തോളം ജ്ഞാനവും കഴിവും വിവേകമൊക്കെ ഉള്ള ഒരാളാണെങ്കിൽ പോലും അവർക്ക് ഒരു പരിധി വരെയാണ് നിങ്ങളോട് കാര്യങ്ങൾ പറയാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ അത്രയും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേറെ ആളുകളില്ല. നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്നുള്ളത്. അതേപോലെ ഡോൾഫിൻ എനർജിയാണ്. ഡോൾഫിൻ എനർജി എന്ന് പറയുമ്പോൾ തന്നെ വളരെ പ്ലേഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പ്ലേഫുൾ ആയിട്ടിരിക്കുക, ജീവിതം ആസ്വദിക്കുക, ചിരിക്കുക, സന്തോഷിക്കുക, ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. പക്ഷേ മെച്യൂറായിട്ട് ഇരിക്കേണ്ടുന്ന ഇടത്ത് നമ്മൾ മെച്യൂറായിട്ട് ഇരിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യത കൂടിയിട്ടാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നമ്മൾ പലരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ പല ആളുകളും ലൈറ്റായിട്ട് എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ എല്ലാം വളരെ ലൈറ്റ് ഹാർട്ടഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ പ്ലേഫുള്ളാണ്, നിങ്ങൾക്കൊരു പക്വതയില്ല എന്നുള്ള രീതിയിലേക്ക് ആളുകൾ ചിന്തിക്കുന്നുണ്ടാവും. വളരെ കളിചിരിയോട് കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ടാവും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ കാരണം കൊണ്ട് ചില ആളുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഇൻ ഓൾ ഏരിയാസ് ഓഫ് യുവർ ലൈഫ് നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട്. അത് ആളുകൾ മുഖവിലയ്ക്ക് എടുക്കുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മെച്യൂറാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്നുള്ളത്. മറ്റുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ കയറിയിട്ട് അഭിപ്രായം പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ മറ്റുള്ളവർ തീരുമാനിക്കാനായിട്ട് തുടങ്ങുമ്പോൾ
നിങ്ങൾ നിങ്ങളുടെ ജീവിതമാണ്, യു ഹാവ് ടു സ്റ്റെപ്പ് ഇൻ. നിങ്ങൾ പറയാ ഇതല്ല ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ കാണാം, ചില പ്രായമായിട്ടുള്ള ആളുകൾ നിനക്കൊന്നും അറിയില്ല അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ, അത് ഡയറക്റ്റായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ചില ആളുകൾ വളരെ മാനിപ്പുലേറ്റീവാണ്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ട് ഷുഗർ കോട്ട് ചെയ്തൊക്കെ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നുണ്ടാവും. പക്ഷേ എത്ര തന്നെ എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് എന്താണോ താല്പര്യം, മറ്റുള്ളവരെ വിഷമിപ്പിക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടിട്ട് നിങ്ങളത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കാരണം മറ്റുള്ളവരുടെ ബ്ലെസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. പക്ഷെ അവരൊക്കെ എത്ര അടുപ്പമുള്ള ഒരാളാണെന്ന് പറഞ്ഞാലും അവർക്കൊക്കെ ഒരു പരിധിയുണ്ട് നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാനായിട്ട്. നിങ്ങൾക്കാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളത്, അത് നിങ്ങളൊരു ബയാസിൻ്റെ പുറത്തെടുക്കേണ്ടുന്ന ഒരു തീരുമാനമല്ല എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള തീരുമാനങ്ങൾ, ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും ഓൾ ഗുഡ് ഓർ ഓൾ ബാഡ് എന്നുള്ള രീതിയിലാവില്ല. എല്ലാ ആളുകൾക്കും ലൈറ്റ് സൈഡും ഉണ്ട്, അതേപോലെ തന്നെ ഷാഡോ സൈഡും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന ആൾ പറഞ്ഞതുകൊണ്ട്, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നിങ്ങൾ ആ ഒരു തീരുമാനത്തോടെ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. പക്ഷെ അങ്ങനെയല്ല, എല്ലാവരിലും നല്ലതും ചീത്തയുണ്ട്, പൂർണ്ണമായിട്ടും നല്ലത് മാത്രമുള്ള ആരുമില്ല. അപ്പോൾ അതിനോട് നിങ്ങൾ എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ ഒരിക്കലും അത് സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വന്നിട്ട് ലിസാർഡ് എനർജിയാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ നിങ്ങൾ ജീവിതത്തിൽ ഏത് കാര്യം അല്ലെങ്കിൽ ഏത് സ്വപ്നം, ഏത് കാര്യമാണോ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളായിട്ട് നിങ്ങൾ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വിഷ്വലൈസേഷൻ, നമ്മൾ പറയുന്നത് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. അതായത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. പുതിയതായിട്ട് എന്തെങ്കിലും ഡ്രീം സംതിങ് ബിഗ് ആൻഡ് സംതിങ് ന്യൂ, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സ്വപ്നങ്ങൾ കാണാം. നിങ്ങൾക്ക് ചുറ്റും ഒത്തിരി ഇൻസ്പിറേഷനുണ്ട്, നിങ്ങൾക്ക് ചുറ്റും പോസിറ്റിവിറ്റി ഒത്തിരി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമാജിനേഷൻ ഒരു പവർ ഉണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു സ്വപ്നം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാണുന്നു. ആ കാഴ്ചയിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഓരോ സ്റ്റെപ്സും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മൾ ഡ്രീം ഇറ്റ് ആൻഡ് ബി ഇറ്റ്. അപ്പോൾ നിങ്ങളോട് ആ ഒരു സ്വപ്നം, ഡ്രീം ബിഗ് എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഭയപ്പെടാതെ മുന്നോട്ടേക്ക് പോകുക. അതായത് പലരും സ്വപ്നം കാണാൻ പോലും ഭയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ സ്വപ്നം കാണാൻ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുകയും നല്ലോണം സ്വപ്നങ്ങൾ കാണാം. നമ്മൾ സ്വപ്നങ്ങൾ കാണുമ്പോൾ അത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നു. ഓട്ടോമാറ്റിക്കലി അതിലേക്ക് കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾ അതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ നിർബന്ധിതരാകുന്നു. പലരും ആ ഭയം കൊണ്ടിട്ട് അതിലേക്ക് എത്താൻ വൈകി പോകുന്നു എന്നുള്ളത് ഒഴിച്ചാൽ എല്ലാവരുടെയും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളുണ്ടാവും. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളാണ് എന്നുള്ളത് കൂടിയിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നിങ്ങളുടെ മെയിൻ തീം എന്ന് പറയുന്നത് ബാറ്റ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി റീബേർത്താണ്. ബാറ്റ് എനർജി എന്ന് പറയുന്നത് ഒരു പുനർജന്മം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാറ്റ് എനർജി എന്ന് പറയുന്നത് ലൈഫിൽ നമ്മൾ പലപ്പോഴും മിറാക്കിൾ, നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ പറയുക, അത്ഭുതം ജീവിതത്തിലേക്ക് സംഭവ്യമാകുന്നു. മാജിക് റീബേർത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, പുനർജന്മം എന്നുള്ളത്, അല്ലെങ്കിൽ റീബേർത്ത് ഓഫ് ഫെയ്ത്ത് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ കുറച്ചധികം നാളായിട്ട് നിങ്ങൾ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. കാരണം ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല വിചാരിച്ച പോലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റീബേർത്ത് ഓഫ് ഫെയ്ത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ആ ഒരു വിശ്വാസം പുനർജനിക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഡാർക്ക്നെസ്, ആ ഒരു അന്ധകാരം നിങ്ങളുടെ ഉള്ളിൽ, അന്ധകാരം എന്ന് പറയുമ്പോൾ അത് ഭയം, വെറീസ് ആയിരിക്കാം, ഫിയർ ആയിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഈ ഒരു പുതിയ ഒരു എന്താ പറയുക വെളിച്ചം നിങ്ങൾക്കൊരു പുനർജന്മം നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി ആ ഒരു ഡാർക്ക് എനർജി അല്ലെങ്കിൽ ഷാഡോ എനർജിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വരികയാണ്. നിങ്ങൾ ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് വീണു പോകാൻ വിസമ്മതിക്കുകയും
വീണ്ടും നിങ്ങൾ പുനർജനിക്കുന്ന ഒരു എനർജിയാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചില കാര്യങ്ങൾക്ക് ഗുഡ് ബൈ പറയാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല, വീണ്ടും നിങ്ങൾ പരിശ്രമിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതൊരു ടെമ്പററി ഫേസ് ഓഫ് ഡാർക്ക്നെസ് ആയിരുന്നു എന്നുള്ളതും ഇതിനെ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത്, സങ്കടപ്പെട്ടിരിക്കാതെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു എനർജി. ഈ ഒരു സമയം നിങ്ങൾ ഈ ഒരു ബാറ്റ് എനർജി, നിങ്ങൾ ഈ ബാറ്റ് എനർജി അല്ലെങ്കിൽ ഈ ഒരു വവ്വാൽ കുറച്ച് സമയത്തേക്ക് ആ ഒരു ടെമ്പററി എംപ്റ്റിനെസ്സിലേക്ക് വീണുപോയതാണ്, അല്ലെങ്കിൽ ആ ഒരു ഗുഹയ്ക്കുള്ളിലെ ഇരുട്ടിലേക്ക് കുറച്ച് സമയത്തേക്ക് മാത്രം വീണുപോയതാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇത് നൽകുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ സാധ്യമാകാൻ പോകുന്നു എന്നുള്ളൊരു സന്ദേശത്തോടു കൂടിയിട്ട് നമ്മളിതിവിടെ നിർത്തുകയാണ്. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.